ഹായ്, ഞാൻ സ്നേഹ. എസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വന്നത്, ഒരു സ്ത്രീ ഇമോഷണലി അകന്നു പോകുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക, അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഒരുപാട് പേര് പറയാറുണ്ട്, അതായത് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ആൾ കാണുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് ആണ് നിങ്ങൾ അവരിൽ മാറ്റങ്ങളായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആള് നിങ്ങളിൽ നിന്ന് അകലുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അകന്നു പോകുന്നൊന്നുമല്ല, അത് കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പോഴായിരിക്കും അത് ശ്രദ്ധിക്കുന്നുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇമോഷണലി ഒരു സ്ത്രീ നിങ്ങളിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സംസാരിക്കാനുള്ള താല്പര്യം കുറയുന്നു എന്നുള്ളതാണ്. സാധാരണ സ്ത്രീകൾ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള സംസാരപ്രിയരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലര് ശരിയാണ്, കുറച്ചൊക്കെ ഒന്ന് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവര് പോലും അവർ ഒത്തിരി സ്നേഹിക്കുന്ന, അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അത്രയും സംസാരിച്ചിരുന്ന ആ ഒരു ആള് പിന്നീട് അങ്ങോട്ട് സംസാരം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നുള്ളതാണ്. എല്ലാം ഷെയർ ചെയ്തിരുന്ന, നിങ്ങളെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ വേണം കുറേ കാര്യങ്ങൾ പറയാൻ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് മനസ്സിൽ കൂട്ടി വെക്കുന്ന ആ ഒരാള് ഇപ്പോൾ സംസാരിക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, കുറെയൊക്കെ ആൾക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളിൽ നിന്നും ഒരു അകൽച്ച ആൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മളിപ്പോ ഒരൊറ്റ ദിവസമാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1-2 ദിവസം മാത്രമാണ് ഇങ്ങനെ കാണുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബിക്കോസ് സ്ത്രീകൾക്ക് പൊതുവെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടോ ആൾക്ക് എന്തെങ്കിലും വിഷമമുള്ളത് കൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിക്കാം. പക്ഷെ അങ്ങനെ 1-2 ദിവസമല്ല, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട്, കുറച്ചായിട്ട് ആൾ ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അകൽച്ചയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതീക്ഷ കുറയുന്നു എന്നുള്ളതാണ്. പ്രതീക്ഷ കുറയുക എന്ന് പറയുമ്പോൾ പരാതികൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. ആൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറേ കംപ്ലൈൻസ് ഒക്കെ പറയുമായിരിക്കും. ഇപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അത് വാങ്ങിത്തരും, എനിക്ക് അത് വാങ്ങി തന്നിട്ടില്ലല്ലോ, എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കംപ്ലൈൻസ് ആൾ പറയുണ്ടാവും. പക്ഷെ ആൾ അത്തരത്തിലുള്ള കംപ്ലൈൻസ് പറയൽ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആളുടെ പ്രതീക്ഷകൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളത്. നമുക്ക് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അവിടെ പോകണം, ഇങ്ങനെ ഒരുമിച്ചിരിക്കണം എന്നൊക്കെ തോന്നുന്നത് ആ റിലേഷൻഷിപ്പിനോടും ആ ഒരു വ്യക്തിയോടുമുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്ന ആഗ്രഹവും സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കംപ്ലൈൻസ് ആയിട്ട് പറയുന്നത്. പക്ഷെ എപ്പോഴാണോ അത് നിൽക്കുന്നത്, ആ പരാതി പറയൽ നിൽക്കുന്നത്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രതീക്ഷ പിന്നെ അങ്ങോട്ടില്ല, അതായത് പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കംപ്ലൈൻസ് പറയൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ പരാതികൾ പറയലോ ഒക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇഷ്ടക്കുറവായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിന്റെ ലക്ഷണമായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം. മൂന്നാമത്തെ ഒരു കാര്യം, ആളുടെ ഇമോഷൻസ് ഒക്കെ ഒരുപാട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള പ്രകടനങ്ങൾ കുറയാം എന്നുള്ളതാണ്. ആളുടെ വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യുക, സന്തോഷം വന്നു കഴിഞ്ഞാൽ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുക, അതേപോലെ തന്നെ ഭയങ്കര സ്നേഹം കൂടിക്കഴിഞ്ഞാൽ സ്നേഹപ്രകടനം കാണിക്കുക, ഇതൊക്കെ ഭയങ്കര മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആള് പിന്നെ അതൊന്നും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയില്ല, വിഷമം വന്നു കഴിഞ്ഞാൽ പറയില്ല, ചിലപ്പോൾ മൂഡ് ഓഫ് ആയിരിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള കാര്യം ആളുടെ ലൈഫിൽ സംഭവിച്ചാൽ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യില്ല. അതേപോലെ തന്നെ ആൾക്ക് സ്നേഹപ്രകടനം നമുക്കവിടെ കാണാൻ പറ്റില്ല, കാരണം ആളുടെ മനസ്സിലായി ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ വികാര പ്രകടനങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനാണ്. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുമിച്ച് സമയം ചെലവഴിക്കാനുള്ള താല്പര്യവും കുറയുന്നു എന്നുള്ളതാണ്. സംഭാഷണങ്ങൾ, അതായത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരുമിച്ചിരിക്കുക, ഒന്ന് പുറത്തു പോവുക, ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഈ കാര്യങ്ങളൊക്കെ പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്, അവരവരുടെ പാർട്ട്ണറുമായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ അതിനൊന്നും താല്പര്യം അവർക്ക് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ കാണിക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അഥവാ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആൾ ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അതായത് എങ്ങനെയാണ് അതൊന്നും ഒഴിവാകാൻ പറ്റുക, അതായിരിക്കും ആള് ചിന്തിക്കുന്നുണ്ടാവുക, അങ്ങനെയായിരിക്കും ആള് പെരുമാറുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ ഒരുമിച്ചിരിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഒഴിവാക്കാൻ ആള് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയും മനസ്സിലാക്കുക, പെട്ടെന്നുള്ളതൊന്നും അല്ല, കുറച്ച് നാളുകളായിട്ടുള്ളതാണ്. മേ ബി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ആയിരിക്കാം, അതല്ലെങ്കിൽ അവർ എത്ര പറഞ്ഞിട്ടും നിങ്ങളിലൊരു മാറ്റം കാണാത്തത് കൊണ്ടോ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കുറഞ്ഞു പോയെന്ന് തോന്നുന്നതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം.
അപ്പൊ ഇങ്ങനെയാണെങ്കിലും ഇത്തരത്തിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് താല്പര്യമില്ലെങ്കിൽ അത് മറ്റൊരു സൈനാണ് അകൽച്ചയുടെ തന്നെ. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ലോകത്തേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ മാത്രം അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ റിലേഷൻഷിപ്പിനോടൊരു ഇഷ്ടക്കുറവ് വെറുപ്പൊക്കെ തോന്നിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡൗൺ ആയി പോകാറുണ്ട്. അതായത് ചിലർ കുറച്ച് നാളത്തേക്ക് ഭയങ്കര ഡൗൺ ആയിരിക്കും, പിന്നീട് അങ്ങോട്ട് അവർ ഓക്കെ ആവും. അതായത് പിന്നീട് അവർ അവരുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങും. ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാശിപ്പുറത്ത് അപ്പം തന്നെ അവർ അവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങും. എങ്ങനെയാണെങ്കിലും അവരുടെ കാര്യങ്ങൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് അത്രയും നാളും നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു തന്നിട്ടുണ്ടായിരുന്ന, നമുക്ക് വേണ്ടി ജീവിച്ചിരുന്ന, എപ്പോൾ വിളിക്കും, എപ്പോൾ സംസാരിക്കും, എപ്പോൾ കാണാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന, ഒരു 100 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്ന ആ ഒരാള് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അവരുടെ ഹോബികൾ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് ലക്ഷ്യമുള്ളത് അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ അവരെ മാത്രം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ അത് നല്ലത് തന്നെയാണ്. അതായത് അവരുടെ ഉയർച്ചയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് മേ ബി നിങ്ങളോടുള്ള ഒരു അകൽച്ചയായിരിക്കും. പക്ഷെ അതേസമയം നിങ്ങളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട പ്രയോറിറ്റിയും ഇമ്പോർട്ടൻസും തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കുഴപ്പമില്ല. പക്ഷെ അവർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു എന്നാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞോ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു സ്ത്രീ ഇമോഷണലി അകന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. കാരണം ഓൾറെഡി ആളുടെ ഉള്ളിൽ ഒത്തിരി വിഷമങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ആൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടാവുക. ഒരിക്കലും അവര് പെട്ടെന്ന് നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ച് പെരുമാറുന്നൊന്നാവില്ല. ചിലപ്പോൾ ഒരു കൂട്ടം വേദനകൾ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടായിരിക്കും ആൾ അത്രയും നാൾ നിന്നിട്ടുണ്ടാവുക. പക്ഷെ പിന്നെയും സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ രീതിയിലൊക്കെ ആളുടെ വിഷമങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മേ ബി നിങ്ങൾ കാരണമായിരിക്കാം, നിങ്ങൾ കാരണം തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലപ്പോൾ അതിൻ്റെ ഒരു കാരണം നിങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുക. കാരണം അത്രയും നാൾ അവർ ഇത്രയും ക്ഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ അത്രയും പ്രയോറിറ്റി തന്നിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. നിങ്ങൾ അവർ അത്രയും സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. സോ ആ സ്നേഹം നഷ്ടമാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷേ നഷ്ടമായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ചിലപ്പോൾ തിരിച്ചു കിട്ടൂല. അപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ റിഗ്രറ്റ് അടിക്കുക. അപ്പോൾ അതിനുള്ള ഇട വരുത്തണ്ട. പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ തീരും. സ്ത്രീകളല്ലേ, മനസ്സലിഞ്ഞു പോവും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സംസാരിച്ച് ശരിയാക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോട്ടെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ വിളിക്കാം. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള കൃത്യമായ സൊല്യൂഷനാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.